കേരളത്തിലും പാചകവാതക ക്ഷാമത്തിൽ നട്ടം തിരിയുകയാണ് ജനം. സംസ്ഥാനത്തെ ഗ്യാസ് ബുക്കിംഗ് ഏജൻസികളുടെ മുന്നിൽ വലിയ തിരക്കാണ്. നേരിട്ട് വരുന്നവർക്ക് മാത്രമാണ് മിക്ക ഏജൻസികളും സിലിണ്ടർ നൽകുന്നത്. കോട്ടയം നാഗമ്പടത്തെ ഗ്യാസ് ബുക്കിംഗ് ഏജൻസിക്ക് മുന്നിലെ കാഴ്ചയാണിത്. കനത്ത ചൂടിലും നൂറുകണക്കിന് പേരാണ് ക്യൂ നിൽക്കുന്നത്. രാവിലെ വന്നതാ, 8 കാറായപ്പോൾ വന്നതാണ്. ഇതുവരെ പറ്റിയിട്ടില്ല, കയറാൻ പറ്റിയിട്ടില്ല. അതുപോലെ വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കുക. ശരിക്കും ബുദ്ധിമുട്ടുന്നു, മനുഷ്യ ശരിക്കും ബുദ്ധിമുട്ടിരിക്കുക. ഈ നോയമ്പാട്ട് ഈ വെയിലത്ത് തളർന്ന് തലയിറങ്ങി വീണാൽ ഇവര് കൊണ്ടുപോകും ആശുപത്രി. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നിൽക്കുന്നത്. മിക്ക വീടുകളിലും ഗ്യാസ് തീർന്നു. പകരം സംവിധാനമില്ലാത്തവർക്ക് ദുരിതം ഇരട്ടിയാണ്. ഗ്യാസ് തീർന്നിരിക്കുകയാണ്. വിറകിലോട്ട് കയറുക, വിറകുകൊണ്ട് അങ്ങനെ കത്തിക്കാനാ കാര്യങ്ങൾ നടക്കണ്ടേ. ഇപ്പൊ വണ്ടി ഓടാതെ ഇന്ന് രാവിലെ 8 മണിയാകുമ്പോൾ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. നമ്മുടെ പാലത്തിൽ തുടങ്ങിയതാ. ഇപ്പൊ കണ്ടില്ല, അമ്മച്ചിമാരൊക്കെ മേലാത്ത അമ്മച്ചിമാർ വരെ നിൽക്കുക. എന്നാ ചെയ്യാനാ, സഹിക്കുക. ഗോഡൌണിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ നേരിട്ടെടുക്കുവാനുള്ള ശ്രമമാണ് ഏജൻസികളുടെ മുന്നിലെ തിരക്കിന് കാരണം. ചിലപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ, ചിലപ്പോൾ അത് ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. ഈ 1-2 മണിക്കൂർ ക്യൂ നിന്നിട്ട്. ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ കോഴിക്കോട് എടവണ്ണപ്പാറ ഓഫീസിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. വീടുകളിൽ വിതരണത്തിനെത്താത്തതിനാൽ സിലിണ്ടറുകളുമായാണ് ഉപഭോക്താക്കൾ എത്തിയത്. ടോക്കൺ തരായിരുന്ന വളരെ സൗകര്യമായിരുന്നു. ഈ ആൾക്കാരോട് ഒന്ന് താഴെ വീണാൽ എന്താ ചെയ്യാൻ പറ്റും? അതൊക്കെ അവർ നോക്കണ്ടേ. കാരണം വെച്ചാൽ അവരുടെ കുഴപ്പമല്ല, എന്നാൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അത് ചെയ്യാം. ഓഫീസിലെ തിരക്ക് നിയന്ത്രിക്കാൻ ജീവനക്കാർ പാടുപെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോട്ടയം.